ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീല ചാനൽ. അപ്പോൾ ഇന്ന് ഓട്സ് കൊണ്ട് ഒരു ഒട്ടിപ്പിടിക്കാതെ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഓട്സ് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ കറിവേപ്പില അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, വലിയ ഉള്ളി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവയാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഓട്സ് കൊണ്ട് ഒട്ടിപ്പിടിക്കാതെ തന്നെ എങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഓട്സ് വളരെ ഹെൽത്തിയായ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി കൂടി അരിഞ്ഞ് എടുക്കാം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുന്നത് വരെ മൂത്ത് വരുമ്പോൾ നമുക്ക് വലിയ ഉള്ളി നമുക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില നന്നായി അരിഞ്ഞത് നമുക്ക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായി വഴണ്ട് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുത്ത് ഇനി നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇടുമ്പോൾ നമ്മുടെ ഓട്സ് റെസിപ്പി നല്ല കളർഫുള്ളായി കിട്ടും. ഇതൊരു കളർഫുൾ റെസിപ്പിയാണ്, പിന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഓട്സ് ഇട്ട് കൊടുക്കാം. ഓട്സ് ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് യോജിപ്പിച്ച് എടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി റെസിപ്പിയാണിത്, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് അടപ്പ് വെച്ച് ഒന്ന് മൂടി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ റെസിപ്പി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. വീഡിയോ ഇഷ്ടമായാൽ, ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.